അപ്പോൾ നമ്മുടെ കർണാടക പാർക്കിലൂടെയുള്ള യാത്രകൾ തുടരുകയാണ്. അപ്പോൾ നമ്മൾ കുറേയധികം ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ഒരു മ്യൂസിക്കൽ ഫൗണ്ടനടുത്താണ് എത്തിയത്. അപ്പോൾ എനിക്കൊരു സംശയം എന്താണെന്ന് വെച്ചാൽ അവിടെ എൻട്രി പോയിൻറ്റിൽ രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. സാധാരണ മ്യൂസിക്കൽ ഫൗണ്ടനൊക്കെ രാത്രിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് അത് കാണാൻ ഭംഗിയുണ്ടാവുക. അപ്പോൾ ഇവിടെ ആ പ്രവർത്തനം ഉണ്ടെങ്കിൽ തന്നെ 5 മണിക്ക് ഈ മ്യൂസിക്കൽ ഫൗണ്ടൻ വെളിച്ചത്തിൽ എന്ത് കാണാൻ സാധിക്കും എന്നുള്ളൊരു സംശയം എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങുന്ന വഴിക്ക് അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവിടെ തുടങ്ങിയിട്ടില്ല, തുടങ്ങുമ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേക ഷോ ഉണ്ടായിരിക്കും, അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായി. അപ്പോൾ അടുത്ത വർഷം പോകുന്നവർക്ക് ഉറപ്പായിട്ടും ഇവിടെ മ്യൂസിക്കൽ ഫൗണ്ടൻ കൂടി നല്ല രീതിയിൽ ആസ്വദിക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു വിവരം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ ഇവിടെ ധാരാളം മീനുകൾ കൂടിയുണ്ട്. വെള്ളം ശുദ്ധമാണോ അശുദ്ധമാണോ ഒന്നും അറിയില്ല. അങ്ങോട്ടേക്ക് ഇറങ്ങാനായിട്ട് നമുക്കൊന്നും വഴിയുമില്ല. നമ്മുടെ മെയിൻ അട്രാക്ഷൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ തൂക്കുപാലം തന്നെയാണ്. അപ്പോൾ ഈ തൂക്കുപാലം ദൂരെ നിന്ന് കാണുമ്പോൾ അടുത്തായിട്ട് തോന്നുമെങ്കിലും നടക്കാൻ ഒരുപാടുണ്ട്, സ്റ്റെപ്പുകളുണ്ട്, പിന്നെ പ്ലെയിനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നടക്കാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് ഞാനും കുട്ടികളും. അവിടെ നടന്നു പോകുന്ന വഴിക്ക് നമുക്ക് തൊട്ടടുത്തായിട്ട് ഇതുപോലെ ധാരാളം തേയിലത്തോട്ടങ്ങൾ, എനിക്കൊന്നും അങ്ങ് ദൂരെ കാണുന്നൊന്നും ഈ പാർക്കിൻ്റെ ഭാഗമായിരിക്കില്ല. പാർക്കിനടുത്ത് തന്നെ ധാരാളം തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് അവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്, ഹാങ്ങിങ് ബ്രിഡ്ജ്. കയറിയപ്പോൾ കുട്ടികൾക്ക് എനിക്കൊന്നും അങ്ങനെ വലിയ ഭയം ഉണ്ടായിരുന്നില്ല. പക്ഷെ നടുക്ക് പോകുന്നതോറും ഇവനിങ്ങനെ കുലുങ്ങുന്നുണ്ട്, ആ ഒരു സസ്പെൻഷൻ വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇച്ചിരി പേടിയായി. എന്നാലും കുഴപ്പമില്ല, സേഫാണെന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ. നല്ല ഇരുമ്പ് റോപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെയൊന്നും വീഴില്ല എന്ന് നമുക്ക് മനസ്സിലായി. എന്നാലും അത് അനങ്ങുമ്പോൾ ഇച്ചിരി പേടി തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഹാങ്ങിങ് ബ്രിഡ്ജ് ഇറങ്ങി വരുമ്പോൾ നമ്മൾ ഈ തേയിലത്തോട്ടത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ ആ തേയിലത്തോട്ടത്തിനടുത്ത് നിന്നുകൊണ്ട് തോട്ടം തൊഴിലാളികളുടെ ആ ഒരു രൂപം ധരിച്ച്, വസ്ത്രം ധരിച്ച് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാനുള്ള അവസരങ്ങളുണ്ട്. എനിക്കതിൻ്റെ ഒരു താല്പര്യം തോന്നിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിലൊന്നും നോക്കാതെ ആ തേയിലത്തോട്ടങ്ങളൊക്കെ ഒന്ന് കറങ്ങിയടിക്കാനായിട്ട് തീരുമാനിച്ചു. തേയിലത്തോട്ടങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെ വേണ്ടത്ര രീതിയിൽ പരിപാലിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു അത് നമുക്ക് കാണാൻ വേണ്ടി മാത്രം നട്ടുപിടിപ്പിച്ചതായിരിക്കും, അല്ല അതിൽ നിന്നും തേയില ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ എന്നും അറിയില്ല. പക്ഷേ ഞങ്ങൾ കയറുന്ന സമയത്ത് ധാരാളം തേയിലത്തോട്ടത്തൊഴിലാളികൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ ചിലപ്പോൾ തൊട്ടപ്പുറത്ത് പണിക്ക് വന്നവരായിരിക്കാം. എന്തായാലും ഈ ഗാർഡനിലുള്ള തേയിലത്തോട്ടങ്ങൾക്ക് അത്ര പുതുമയൊന്നുമില്ല. അവിടെ തോട്ടങ്ങളിൽ നിന്ന് അവർ തേയില ഉൽപ്പാദിപ്പിക്കുന്നുമില്ല. എന്തായാലും ഇനിയും നമുക്ക് വീഡിയോകൾ കാണാം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.